ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചാലഞ്ചാണ്. അപ്പോൾ എന്ത് ചാലഞ്ച് എന്നല്ലേ, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കോക്കനട്ട് ഫിഷ് കറിയുടെ ചാലഞ്ച് ആയിട്ടാണ്. അപ്പോൾ ഇതെനിക്കൊരു ചാലഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്കിത് ചാലഞ്ചായി കൂട്ടണമെന്നില്ല, എന്നാലും എനിക്കിതൊരു അടിപൊളി ചാലഞ്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പും കറികളൊക്കെ വെച്ചിട്ടുണ്ട്, എന്നാലും അന്നേരമൊക്കെ സഹായിക്കാൻ ഹെൽപ്പൊക്കെ ചെയ്യാൻ ഉമ്മ ഇപ്പൊക്കെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അവർ രണ്ടാളും ഇല്ല, രണ്ടാൾ പുറത്ത് വലിക്കാണ്. അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു കറി റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു കറി റെഡിയാക്കുന്ന സമയത്ത് നമ്മുടെ കിച്ചണൊക്കെ ക്ലീൻ ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ ഉമ്മ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ അതെല്ലാം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഈ ഒരു കറി ഒന്ന് റെഡിയാക്കി എടുക്കാൻ. അപ്പം ഈ കറി പാങ്ങുണ്ടോ ഇല്ലയോ ഒന്നും ഞാൻ ഇപ്പം പറയുന്നില്ല, അതൊക്കെ അവസാനമാണ്, അതൊക്കെ ഒരു സസ്പെൻസ് ആണ്. അപ്പം എന്തായിട്ട് ഈ ഒരു കറി അത് ഞാൻ ഇപ്പം പറയുന്നില്ല അല്ലേ. അപ്പം നമുക്ക് ലാസ്റ്റ് കാണാം. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം തന്നെ ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരകി വെച്ചതാണ്. അപ്പോൾ ഞാൻ തന്നെയാണ് കേട്ടോ ഈ ഒരു വർക്കും ചെയ്തത്, ഉമ്മയൊന്നുമല്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു തേങ്ങ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനുള്ളൊരു തേങ്ങ എടുക്കാം. അപ്പോൾ എടുക്കുന്നുണ്ടെങ്കിൽ ഈ മധുരം കുറഞ്ഞ തേങ്ങ എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചിരകി വെച്ച ആ തേങ്ങകൾ ഇട്ട് കൊടുക്കുക. അപ്പം നല്ല ലീക്കൊന്നും ഇല്ലാത്ത ഒരു മിക്സി തന്നെ എടുക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ഒരു തേങ്ങ അധികം മധുരമില്ലാത്തൊരു തേങ്ങയാണ്, അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് ഭയങ്കര മധുരമായിരിക്കും കേട്ടോ. നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 3/4 സ്പൂണ് മഞ്ഞളാണ്. മഞ്ഞൾ അധികം ആവാൻ പാടില്ല, വളരെ കുറച്ച് ഇടാൻ പാടുള്ളൂ. മഞ്ഞൾ അധികമായാൽ കറിക്ക് കുറച്ചൊരു കയ്പ്പ് പോലെ വരും. ഇനി നമ്മൾ ഇതിലേക്ക് ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ജീരകം ഞാനിവിടെ ഏകദേശം ഒരു 1.5 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 മുറി ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് 1.5 സ്പൂണ് മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ചിട്ടൊക്കെ ഇടാം. അപ്പോൾ ഞാനിവിടെ 1.5 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഇടുന്നല്ലോ, അഥവാ കുറേ ഇട്ടിനെങ്കിൽ അധികമായാൽ പിന്നെ പെട്ടുപോകും. അതുകൊണ്ട് ഞാൻ ആദ്യം വളരെ കുറച്ചിട്ടിട്ട് പിന്നെ അതിലേക്ക് ഇട്ടോളും. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഏത് ചട്ടി വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു ചട്ടി എടുത്തിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഈ ഒരു ചട്ടി തന്നെയാണോ യൂസ് ചെയ്യുന്നതെന്ന് അറിയില്ല, ഡെയിലി യൂസ് ആണോ ഒന്നും അറിയില്ല. എനിവേ ഞാൻ കണ്ടൊരു ചട്ടി എടുത്തിട്ട് വെച്ചു. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഏത് ഓയിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ്. ഇതൊരു കുഞ്ഞ് സ്പൂണാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി 5 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ചട്ടിയിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 4 ചെറിയ ഉള്ളി, കുഞ്ഞിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഉള്ളി നല്ലോണം ആയാൽ മാത്രമേ നമ്മുടെ കറി നല്ല ടേസ്റ്റി ആയിട്ട് വരൂ. ഇനി നമുക്ക് ഈ ഒരു ഉള്ളിയെല്ലാം ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഉള്ളി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് മിക്സ് ചെയ്യാൻ നല്ലൊരു ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ കുറച്ച് നേരം മതി കേട്ടോ, അധികം നേരം വേണ്ട. ഞാൻ ഇതിൻ്റെ കുറച്ച് നേരേ ഒന്ന് മിക്സ് ചെയ്യുന്നുള്ളൂ. അപ്പം അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു ഉള്ളി ഒന്ന് മൂടി വെക്കാം. അപ്പം ഞാനിത് എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു മൂടി യൂസ് ചെയ്തിട്ടൊന്ന് മൂടി വെക്കുകയാണ്. ഇത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല, ചട്ടിയുടെ മൂടി ഏതാണല്ലേ. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം മൂടി വെക്കാം. ഇനി ഞാൻ എൻ്റെ ഈ ഒരു മൂടി ഒന്ന് തുറന്നൊക്കെയാണ് എന്ത് ചട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട്. ഒന്നും സംഭവിച്ചിട്ടാ, ഉള്ളി കുറച്ച് കരിഞ്ഞു പോയ പോലെ തോന്നുകയാണ്. അപ്പം ഇനി നമ്മളിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് തികച്ചും ഓപ്ഷനിലാണ്. അപ്പോൾ ഈ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടുത്തെ എല്ലാവർക്കും ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി ടേസ്റ്റ് ഇഷ്ടമാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. എനിവേ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം.
അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ഒരു 5 പച്ചമുളക് ഇതുപോലെ വലിയതാക്കി മുറിച്ചിട്ടിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ പുളി ഏത് പൊടി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മളിതൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം. എന്നാലേ നമ്മുടെ ആ ഒരു പുളിൻ്റെ ടേസ്റ്റ് നല്ല ഭംഗിയായിട്ട് വരൂ. അപ്പോൾ ഞാനിവിടെ ഒരു 10 മിനിറ്റോളം ഇട്ട് വെക്കാണ്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ആ കറി ഒന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് കരിഞ്ഞു പോയിനോ എന്നൊരു ചെറിയ സംശയമാണ് കേട്ടോ. അപ്പം എന്തായാലും ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ അതിലേക്ക് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പം ഉള്ളി നല്ലോണം ആയാലും മാത്രമേ നമ്മുടെ ഈ ഒരു കറി അടിപൊളിയാവും. ഞാനിപ്പോൾ സ്ലോ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടിരിക്കുന്നത്. അപ്പം ഹൈ സ്പീഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ഈ ഒരു ഉള്ളി കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ആക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ ഒരു കൂട്ടിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 1.5 സ്പൂൺ ഇടാനാണ് ഒരു പ്ലാന്. ഞാൻ ആദ്യം ഒരുപാട് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കറി മൊത്തം ഉപ്പിലായിപ്പോൾ. അതുകൊണ്ട് ആദ്യം കുറച്ചിട്ടിട്ട് ഇനി ഈ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അധികം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ ആദ്യം കുറച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൃത്യ അളവ് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി നമ്മൾ ഈ ഒരു ഉപ്പ് എല്ലായിടത്തും പിടിക്കാൻ വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾ. അപ്പോൾ ഞാനിതിവിടെ വളരെ കുറച്ച് മഞ്ഞൾ എടുക്കുന്നുള്ളൂ. മഞ്ഞൾ അധികം ഇടാൻ പാടില്ല. ഞാനിതിവിടെ 3/4 സ്പൂൺ മഞ്ഞൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായി ആയി വരുന്ന ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ വേഗം മീനൊക്കെ ഒന്ന് മുറിച്ച് വെച്ചു. ഈ ഒരു മീൻ എന്താ പേര് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഇതിനി നമുക്കിത് തുറന്ന് നോക്കിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. അപ്പം ഇനി ഞാനിതാ ഇവിടെ നമ്മുടെ തേങ്ങ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. മഞ്ഞളിലൊക്കെ ഇട്ടിട്ട് ഞാൻ കാണിച്ചില്ലല്ലോ. ഇതേ നമ്മുടെ ഈ ഒരു തേങ്ങ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിൽ വെള്ളം മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടി ലൂസാക്കിയിട്ടാണ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ഒരു ഫ്രൈയിലേക്ക് നമ്മുടെ ഈ ഒരു തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് ടൈറ്റിയാണ്. നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കണം കേട്ടോ. ഇനി നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിവിടെ നമ്മുടെ ഈ ഒരു കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് മറിയുന്നുണ്ട്. ഈ ഒരു തിളയ്ക്കുന്ന സമയം തന്നെ നമുക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. കഴുകി വെച്ച് നമ്മുടെ മീനും കൂടി അതിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഈ ഒരു കറി നന്നായി തിളച്ചിരുന്നുണ്ട്. അപ്പം മീനൊക്കെ നന്നായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കരിയാമ്പൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വീട്ടിലുള്ള കരിയാമ്പൽ തന്നെയാണ്, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതല്ല. എൻ്റെ വീട്ടിൽ തന്നെ കരിയാമ്പയുടെ ഒരു മരമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കരിയാമ്പൽ ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചതേ നമ്മുടെ കറി ഇവിടെ റെഡിയായി. അപ്പോൾ ഒരു വിധത്തിൽ നമ്മളെ കറിയൊക്കെ റെഡിയാക്കി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കുറേ പാത്രങ്ങൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രങ്ങളെല്ലാം കഴുകി വെക്കണം. അപ്പോൾ ഉമ്മയും ഉപ്പും വരുന്നതിന് മുമ്പേ നമുക്ക് കിച്ചണെല്ലാം ക്ലീൻ ആക്കണം. അപ്പോൾ ഇതെല്ലാ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്യേണ്ട ടൈമാണ്. അപ്പം നമ്മൾ ഈ ഒരു കോക്കനട്ട് ഫിഷ് കറീൻ്റെ കൂടെ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് പൊറോട്ടയാണ്. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
കോക്കനട്ട് ഫിഷ് കറിയും പൊറോട്ടേൻ്റെ ടേസ്റ്റ് വേറെ പറയണ്ടല്ലോ. കോക്കനറ്റൊക്കെ ഇട്ടിട്ട് വെച്ചതുകൊണ്ട് തന്നെ ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഈ ഒരു ഫിഷ് കറിയുടെ റെസിപ്പി എല്ലാവരും അറിയുന്നതായിരിക്കും, എന്നാലും ഞാൻ ആക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇട്ടത്. ഓക്കെ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. വാ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, പറയാനില്ല, അത്രയ്ക്കും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. നമ്മുടെ വീഡിയോ ഭയങ്കര വൈഡായിപ്പോയി. അപ്പം എല്ലാവർക്കും ബൈ.